അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബിൽ അലിയാം തുടരുകയാണ്. പല ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമേറ്റുവാങ്ങിയ അല്ലെങ്കിൽ ആ മുത്തുനബിയെ അങ്ങോട്ട് ഹൃദയമറിഞ്ഞ് സ്നേഹിച്ച സ്വഹാബാക്കളെ കുറിച്ചാണ്. 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഇന്ന് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ അതിക്രൂരമായിട്ടാണ് ബിലാൽ തങ്ങളെ മർദ്ദിച്ചത്. നെഞ്ചിലേക്ക് പാറക്കല്ല് കയറ്റി വെച്ചപ്പോഴും അല്ലാഹു അഹദ് എന്ന് പറഞ്ഞു എന്നാണ്. ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിൽക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തു പിടിച്ചു. ഇടറുന്ന ഹൃദയത്തോടുകൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൺതടം നിറഞ്ഞൊലിക്കുകയാണ്. കാരണം തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരും തന്നെ പരിഗണിച്ചിട്ടില്ല, ചേർത്തു പിടിച്ചിട്ടില്ല. ഈ ജീവിതത്തിൽ തന്നെ ചേർത്തു പിടിച്ച ആദ്യത്തെ വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു റസൂലിനെ. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാം, പിന്നീട് അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ ഖാദിമായി ഒപ്പം തന്നെയായിരുന്നു. അവിടെ നിന്നാണല്ലോ മക്കം ഫതഹിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്നിയ ബിലാൽ, ഈ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കൂ ബിലാലെ എന്ന് പറയാം. അതിനു മാത്രം പദവി സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുകയാണ്. അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു, നിഗ്രോയായ ബിലാൽ റളിയല്ലാഹു അൻഹു സയ്യിദുനാ, ഞങ്ങളുടെ നേതാവായ ബിലാലെ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് ആ മഹാമനീഷിയുടെ ജീവിതം മാറ്റിമറിച്ചത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിനോടുള്ള മഹബത്ത് കാരണം മക്ക വിട്ട് പോവാണ്, മദീന വിട്ട് പോവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത്. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമില്ലാത്ത മണ്ണിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. അത് വല്ലാത്തൊരു സ്നേഹല്ലേ, ആ സ്നേഹത്തിന്റെ മഹത്വം എത്ര വലുതാണ്. എനിക്ക് നിൽക്കാൻ പറ്റൂല, അങ്ങനെ പോയതാണ്. പിന്നീട് തിരിച്ചു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ബാങ്ക് വിളിക്കാൻ പറഞ്ഞു, നിർബന്ധിപ്പിച്ചപ്പോൾ അവസാനം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നിർബന്ധിച്ചപ്പോൾ ബാങ്ക് വിളിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കഴിഞ്ഞു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എത്തിയപ്പോൾ ആ മീമിന്റെ ശബ്ദം അധരങ്ങളിൽ നിന്ന് പ്രവഹിച്ചപ്പോൾ ബോധരഹിതനായി വീണുപോയി. റൗളയിൽ അന്തിയുറങ്ങുന്ന ഹബീബിനെ ആലോചിച്ചു, തൻ്റെ പ്രിയപ്പെട്ട നേതാവിനെ ആലോചിച്ച് ബോധം കെട്ട് വീണുപോയി എന്നാണ്. എന്തൊരു പ്രണയമാണ്, എന്തൊരു സ്നേഹമാണ്. അവസാനം വിട പറയുന്ന നേരത്ത് ഇങ്ങനെ ചിരിക്കുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തേ ബിലാൽ തങ്ങളെ നിങ്ങൾ ചിരിക്കുന്നത്? ഭാര്യയൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്തിനാണ് വിഷമിക്കുക, എന്താണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ പറഞ്ഞു, വാ ത്വയ്ബ നൽഖൽ അഹിബ്ബ ഗദൻ നൽഖൽ അഹിബ്ബ. നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വസ്വഹബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നേതാവായ മുഹമ്മദിനെയും അവിടുത്തെ അനുയായികളെയും എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ കാണാൻ പോവുകയാണ് ഞാൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയി സയ്യിദുനാ ബിലാൽ. പ്രണയ ചഷകത്തിൽ വിരിഞ്ഞ സുന്ദരമായ ഓർമ്മകളുടെ ഇതളായിരുന്നു ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.